ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അധസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി. അതുകൊണ്ട് ഈ ഭഗവതിയുടെ തിരുനാമങ്ങൾ പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി. അതായത് പ്രണന്തും അത് കായികമാണ്, സ്തോതും അത് വാചികമാണ്. ഇത് രണ്ടിനോടും കൂടി മനസ്സ് ചേർന്നിങ്ങനെ വരില്ലേ, പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി. അപ്പം ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഭഗവതിയെ ആരാധന ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റാവുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനകത്ത് അവധാനത ഉണ്ടാകുമ്പോൾ ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് പുണ്യം, അല്ലേ? ഇല്ല, മനസ്സ് ഇങ്ങനെ പരപ്പൻ ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ ക്രിയാകലാപങ്ങളൊക്കെ ഇങ്ങനെ പുറമെ കാണിക്കാമെന്നുള്ളത് അല്ലാതെ കണ്ട് അത് ലക്ഷ്യത്തെ പ്രാപിക്കത്തില്ല. പ്രാപിക്കുമോ? പ്രാപിക്കില്ല. അതുകൊണ്ട് ആ പുണ്യം നമ്മൾ വന്നു ചേരണം. ആ പുണ്യം നമ്മൾ വന്നു ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ കഥകളെല്ലാം കേട്ട് ആനന്ദിക്കാൻ പറ്റത്തുള്ളൂ. ഈ കഥകളൊക്കെ കേൾക്കുന്നത് കൊണ്ട് എന്താ ഒരു പ്രയോജനം? നമ്മളിലെ പാപങ്ങള് തന്നെ ഒഴിഞ്ഞു പോകും. ഈ പറഞ്ഞത് സൗന്ദര്യലഹരിയിലെ സ്തോത്രമാണ്. നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? സൗന്ദര്യലഹരി അറിയാവുന്നതാണ്. സൗന്ദര്യലഹരിയിലെ ഒന്നാമത്തെ സ്തോത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്ത്? ശിവശക്തിയാ യുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും നചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അധസ്ത്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി. ശിവൻ ശക്തിയോട് ചേർന്നെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ചമായിട്ട് ഭവിക്കുവാൻ സമർത്ഥനാകുന്നുള്ളൂ. ഇല്ല എങ്കിൽ ഭഗവാൻ ഒന്ന് സ്പന്ദിക്കുവാൻ പോലും സമർത്ഥനാകുന്നില്ല. അങ്ങനെയുള്ളതായ അവിടുത്തെ തൃപ്പാദങ്ങളെ ഹരിഹര വിരിഞ്ചാദിഭിരപി, ഹരനും ഹരിയും വിരിഞ്ചനും സൃഷ്ടിസ്ഥിതി സംഹാര കർത്താക്കൾ പോലും സേവിക്കുന്നു അമ്മേ. അങ്ങനെയുള്ള അവിടുത്തെ ഭഗവത് പാദങ്ങളെ സേവിക്കുവാനുള്ളതായ പുണ്യം ചെയ്തിട്ടില്ലാത്ത മനുഷ്യന്റെ കാര്യം ഞാൻ എന്തു പറയട്ടെ? അകൃത പുണ്യ പ്രഭവതി എന്ന്. അപ്പോൾ ആ പുണ്യം ചെയ്തിട്ടില്ലാത്ത മനുഷ്യന്റെ കാര്യം ഞാൻ എന്തു പറയട്ടെ? അപ്പം ആ പുണ്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് അവധാനത ഉണ്ടാകുന്നതായ അവസ്ഥയാണ്. അതിനനുസൃതമായ പ്രയത്നം ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ, ഇല്ലേ? അമ്മയെ ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ സ്വഭാവമാണ്. ഞാൻ എല്ലാം അവിടെ പോയി ഇരിക്കാം. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് കയറിയിരുന്നാൽ എന്താ? 4 പേര് മുമ്പിൽ ഇരിക്കുമ്പോൾ മാത്രമായി എന്തെങ്കിലും പറയാൻ എന്റെ ഉള്ളിൽ നിന്നും വരുന്നത്. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഉണ്ടോ? എന്റെ മുമ്പിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാൻ ആളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പറയാൻ തോന്നുന്നുള്ളൂ, ഇല്ലേ? അങ്ങനല്ലേ? ഫാൻ കൊണ്ടുവന്ന് വെക്കും, ഇവിടെ വന്നിരിക്കണം. വലിയ നിങ്ങൾ എത്രയെന്ന് പറഞ്ഞാലും ഇവിടെ കസേര ഉണ്ടല്ലോ, ഇവിടെ ഇരിക്കാമല്ലോ, ഇല്ലേ? ഒരു പ്രഭാഷണത്തിന് ഒരു യജ്ഞത്തിന് വന്നു കഴിഞ്ഞാൽ യജ്ഞശാലയിൽ കയറി ഇരിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് വേറെ വലിയ ആനക്കാരും ചേരക്കാരും കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തിനു വന്നോ അതിനനുസൃതമായിട്ട് നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് ഇത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, അതിന് നമ്മൾ ഉള്ള പുണ്യം ചെയ്യണം എന്നുണ്ട് എങ്കിൽ നമ്മുടെ മനസ്സിനെ അതിനകത്ത് ഏകാഗ്രമാക്കി ആ അവധാനത നമ്മൾ നേടിയെങ്കിൽ മാത്രമേ അത് നമുക്ക് സാധ്യമാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ചുമ്മാ അവിടെ മനോരാജ്യം കണ്ടുകൊണ്ടെങ്കിൽ ഇരിക്കാൻ പോവുകയൊക്കെ ചെയ്യാം, അല്ലേ? അത് മനോരാജ്യം കാണുന്നത് തന്നെയാണ്. അതിന് എനിക്ക് എന്നോട് ദേഷ്യപ്പെട്ട കാര്യമൊന്നുമില്ല. ശരിക്കും ഞാൻ ദേഷ്യപ്പെടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറയുന്ന കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിയാമെങ്കിൽ തന്നെയും അത് വീണ്ടും ഒന്നുകൂടെ കേട്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ? ഇത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് വീണ്ടും കേൾക്കുക. ഇപ്പോഴത്തെ ശങ്കരാചാര്യന്റെ സൗന്ദര്യലഹരിയിലാണ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അപ്പൊ ഇങ്ങോട്ട് തന്നെ ഇവിടെ തന്നത് ഈ കസേരയൊക്കെ എടുത്താൽ ഇവിടെ ഇരിക്കാം. കാരണം അവിടെയൊക്കെ സുഖമായിട്ട് ഈ കസേരയൊക്കെ എടുത്താൽ ഇവിടെ കൊണ്ട് സുഖമായിട്ടിരിക്കും. എല്ലാവരും ഒരു മൂലക്കില്ല അട്ടലുള്ളെന്ന് മാറി എല്ലാം കൂടെ കയറി അവിടെ മൂലക്കാരൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. ആവശ്യമായ സ്ഥലം കിടപ്പുണ്ട്. ആ പുക വേണ്ട, കാരണം അവിടെ മാറിയൊക്കെ അങ്ങോട്ടൊക്കെ ഇരിക്കാം, തന്നെ ഇവിടെ ഇരിക്കാം. എന്തെല്ലാം എത്ര വേണ്ടി സ്ഥലമാണ് കിടക്കുന്നത്. സുഖമായിട്ട് അവിടെ എല്ലാം ഇരിക്കും. അപ്പോഴ് സൗന്ദര്യലഹരിയിലാണ് ശങ്കരാചാര്യനെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ രചിച്ചതായ
ശിവാനന്ദ ലഹരിയിൽ അദ്ദേഹം പറയുകയാണ്, ഗളന്തി ശംഭോ ത്വച്ചരിത സരിത കിൽബിഷരജോ ദലന്തി ധീ കുല്യാസരണിഷു പതന്തി വിജയദാം ദിശന്തി സംസാര ഭ്രമണ പരിതാപോപശമനം വസന്തി മച്ഛേദോ ഹൃദഭുവി ശിവാനന്ദനഗരീ. ഭഗവാനെ, അവിടുത്തെ സച്ചരിതങ്ങള് ഒരു പുഴ പോലെ എന്നിലേക്ക് ഒഴുകി വരണ്ട. ഗളന്തി ശംഭോ ത്വച്ചരിത സരിതം, അവിടുത്തെ ചരിതങ്ങള് ഒരു സരിതമായി ഒരു പുഴ പോലെ ഒഴുകി എന്നിലേക്ക് വരട്ടെ. കിൽബിഷരജോ ദലന്തി, എന്നിട്ട് അത് എന്ത് ചെയ്യണം? എന്നിലുള്ളതായ പാപമാലിന്യങ്ങളെ എല്ലാം അത് ഇല്ലായ്മ ചെയ്യണം. അപ്പൊ ഭഗവാന്റെ സച്ചരിതങ്ങൾ ഒരു പുഴ പോലെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വന്ന് അത് കേട്ട് എന്റെ ബുദ്ധിയിലെ പാപമാലിന്യങ്ങള് അത് ഒഴുകിപ്പോകണം. എന്നിട്ടോ എന്റെ ബുദ്ധിയിൽ പല പല കൈത്തോടുകളായിട്ട് അതിങ്ങനെ ഒഴുകണം. ചുമ്മാതെ ഞാൻ സ്വപ്നം കണ്ടുകൊണ്ട് എന്തെങ്കിലും കേട്ടാ പോരാ. കേൾക്കുന്നതിനെ കുറിച്ച് എന്റെ ഉള്ളിൽ അതേ സമയം വിചാരമുണ്ടാകണം. അപ്പം ബുദ്ധിയിൽ ശരിയായ പ്രവർത്തനം ഉണ്ടാകും. ആ സച്ചരിതങ്ങൾ തന്നെ എന്റെ ബുദ്ധിയിൽ പല പല കൈത്തോടുകളായിട്ട് ഇങ്ങനെ ഒഴുകട്ടെ. അങ്ങനെ ഒഴുകിയിട്ടോ ദിശന്തി സംസാര ഭ്രമണ പരിതാപ ഉപശമനം. ഈ സച്ചരിതങ്ങൾ തന്നെ എന്നെ ഈ സംസാര ദുഃഖത്തിൽ ഭ്രമിക്കുന്നത് കൊണ്ടുണ്ടാകുന്നതായ ആ ദുഃഖത്തിന് ഒരു ഉപശമനമായ വഴികാട്ടിയായിട്ട് മാറും. എങ്ങനെ? വസന്തി മച്ഛേദോ ഹൃദഭുവി ശിവാനന്ദലഹരി. നിരന്തരമായിട്ട് കേൾക്കുന്നതായ ഈ കഥകള് അതെന്റെ ബുദ്ധിയിൽ അത് പല പല കൈത്തോടികളായിട്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി ബുദ്ധിയിലെ പാപമാലിന്യങ്ങളെയെല്ലാം കളഞ്ഞ് എന്റെ ഹൃദയത്തിൽ അതിങ്ങനെ പതിച്ച് ഒരു കയം പോലെ ശിവാനന്ദ ലഹരിയായിട്ട് അവിടെ വർത്തിക്കട്ടെ. ആ ശിവനിൽ അടങ്ങിയിരിക്കുന്ന ആനന്ദ ലഹരിയായി, ആനന്ദ ഭക്തിയായി അതെന്റെ ഉള്ളിൽ ഇങ്ങനെ വർത്തിക്കട്ടെ. അതിൽ കൂടി മാത്രമേ എനിക്ക് എന്തുണ്ടാകത്തുള്ളൂ? സംസാര ഭ്രമണ പരിതാപ ഉപശമനം. ഈ സംസാരത്തിൽ ഇങ്ങനെ ഭ്രമിക്കുന്നത് കൊണ്ടുള്ളതായ ദുഃഖത്തിന് ഒരു ഉപശമനം ഉണ്ടാകാൻ ഒരു വഴികാട്ടിയായിട്ട് ഭവിക്കുന്നത് ഏതാണ്? ഈ ഭഗവാന്റെ നിരന്തരമായിട്ട് കേൾക്കുന്നതായ ആ കഥകളാണ്. അതിനകത്ത് മനസ്സിൽ ലീനമാകുന്നതായ സമയത്ത് അത് ബുദ്ധിയിലെ പാപമാലിന്യങ്ങളെ ഒഴിവാക്കി, അങ്ങനെ പാപമാലിന്യങ്ങൾ ഒഴിവാക്കി കഴിയുമ്പോൾ നമ്മളിൽ പുണ്യം ഉണ്ടാകുമ്പോൾ ശിവന്റെ അല്ലെങ്കിൽ ശിവയുടെ ആ സച്ചരിതങ്ങളെ കേൾക്കാനും അമ്മയെ പ്രണമിക്കുവാനും സ്തുതിക്കുവാനും ഒക്കെ ഉള്ളതായ പുണ്യം നമുക്ക് അപ്പോഴേ ഉണ്ടാകത്തുള്ളൂ. ആശയം പറഞ്ഞ മനസ്സിലാവുന്നല്ലേ? അപ്പോഴ് അതുകൊണ്ട് നിരന്തരം ഇതിങ്ങനെ കേൾക്കണം. നിങ്ങൾ എന്തു പറഞ്ഞാലും നിങ്ങൾക്കിപ്പം വലിയ അറിവ് കിട്ടിയോ അറിവ് കിട്ടിയില്ലയോ എന്നുള്ളതല്ല പ്രശ്നം. മറിച്ച് നിങ്ങള് ഈശ്വരീയമായ വിചാരത്തോടുകൂടി ഇവിടെ ഇരുന്നിത് കേൾക്കുകയാണ് എന്നുണ്ടെങ്കിൽ മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ചിട്ട് ആര് വരുന്നു ആര് പോകുന്നു എന്നത് നിങ്ങളെ ശ്രദ്ധിക്കേണ്ട വിഷയമല്ല. നിങ്ങൾ ഇവിടെ എന്താണോ നടക്കുന്നത് അതിനകത്ത് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് കേട്ടുകഴിഞ്ഞാൽ, മനസ്സിനെ അതിൽ ഏകാഗ്രമാക്കി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ കണ്ട് ശിവസങ്കല്പം ഉണ്ടാകും. ഈശ്വരീയമായ മംഗളകരമായ സങ്കല്പങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ഉണ്ടാകത്തില്ലേ? ഉണ്ടാകത്തില്ലേ? ഇങ്ങോട്ട് കയറ്റി വെച്ചോളൂ, എടുത്തോട്ട് വെച്ചോളൂ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ദേവി
എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഈ യജ്ഞശാലയിൽ വന്നിരുന്നു കൊണ്ട് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടേതായ സച്ചരിതങ്ങൾ കേൾക്കുമ്പോൾ, അതിനകത്ത് മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ, നമ്മൾ പോലും അറിയാതെ കണ്ട് നമ്മളുടെ ഉള്ളിൽ മംഗളകരമായിരിക്കുന്ന സങ്കല്പങ്ങൾ വന്നു ചേരുന്നു. ഇല്ലേ? ഇല്ലാതെ കണ്ട് നിങ്ങൾ അവിടെ മാറി ഇരുന്നുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ, നിങ്ങൾ അവിടെ ഇരുന്നാലും എഴുന്നേറ്റ് പോകുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം മനസ്സെന്താണ്? ഒരേ ഈ സംസാര ഭ്രമണത്തിലായിരിക്കും. ഇല്ലേ? വേദം അതുകൊണ്ട് നമ്മൾ പറയുകയാണെന്ന് യജ്ജാഗ്രതോ ദൂരമുദൈതി ദൈവം തതു സ്വപ്തസ്യ തഥൈവൈതി ദൂരം ഗമം ജ്യോതിഷാം ജ്യോതിരേകം തന്മേ മന ശിവസങ്കൽപ്പമസ്തോ. നമ്മുടെ മനസ്സ് ഈ ഉണർന്നിരിക്കുന്നതായ സമയത്ത് പക്ഷി കൂടുവിട്ട് എങ്ങനെയാണോ ദൂരേക്കൊക്കെ പറക്കുന്നത്, അതുപോലെ നമ്മൾ ഇവിടെ ഇരിക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരമാകുന്ന കൂടും വിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കുക. ഇല്ലേ? അന്നോ ഇല്ലയോ? ജാഗ്രതോ ദൂരം ഉദൈതി. ജാഗ്രത അവസ്ഥയില് ഇങ്ങനെ ദൂരത്തിലെല്ലാം ഇങ്ങനെ ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത്? ദൈവം. ഇവിടെ മനസ്സിനെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്? ദൈവം. ജാഗ്രതോ ദൂരമുദൈതി ദൈവം തത്. അമ്മ ആ മുമ്പിൽ കയറി ഇരിക്കണ്ട, കസരത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്ന് എന്താ പ്രശ്നം? സമയം കണക്കല്ലേ ആവശ്യമായി അല്ലേ? അത് നമ്മൾ നല്ല സുഷുപ്തിയിൽ കിടക്കുമ്പോൾ ആ ദൂരം ഗമിച്ചതായ മനസ്സെല്ലാം എന്താകുന്നു? നമ്മുടെ ഉള്ളിലേക്ക് ഒതുങ്ങുന്നു. എങ്ങനെയാണോ ഇരതേടി ക്ഷീണിച്ചതായ പക്ഷി വൈകുന്നേരത്ത് തന്റെ കൂട്ടിൽ അണയുന്നത്, അതുപോലെ ജാഗ്രത അവസ്ഥയിലെല്ലാം ഇങ്ങനെ കൂടുവിട്ടു പറന്നതായ മനസ്സ് സുഷുപ്തിയാവസ്ഥയാകുമ്പോൾ നമ്മുടെ കൂടിന്റെ ഉള്ളിൽ അങ്ങ് ഒതുങ്ങും. ഒതുങ്ങത്തില്ലേ? അങ്ങനെയല്ലേ? എന്നിട്ട് പറയുക ദൂരം ഗമം ജ്യോതിഷാം ജ്യോതിരേകം. എല്ലാ ജ്യോതിഷുകളുടെയും ജ്യോതിസാണ് മനസ്സ്. മനസ്സില്ലാതുണ്ട് എങ്കിൽ നമുക്ക് ഒരു വിഷയത്തെയും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പറ്റുമോ? കണ്ണുള്ളത് കൊണ്ട് കാണാൻ പറ്റില്ല, മനസ്സിന്റെ സാന്നിധ്യം കൂടി ഉണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ. കാതുള്ളത് കൊണ്ട് കേൾക്കാൻ പറ്റില്ല, മനസ്സിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലേ കേൾക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇവിടെ ഇരുന്നത് കൊണ്ട് കാര്യമായില്ല, ഞാൻ പറയുന്നതിൽ മനസ്സിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലേ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലേ? അപ്പൊ അതുപോലെ ദൂരം ഗമം ജ്യോതിഷാം ജ്യോതിർ ഏകം. ശബ്ദത്തെയും രൂപത്തെയും സ്പർശത്തെയും രസത്തെയും ഗന്ധത്തെയും എല്ലാം നമുക്ക് തന്ന് അവയെല്ലാം ഇന്ദ്രിയങ്ങളെ ഏകോപിച്ച് നിർത്തുന്നതായ ദൈവമാകുന്നതായ ആ മനസ്സ് ശിവസങ്കൽപ്പമസ്തു. ആ മനസ്സിനകത്ത് ഭഗവാനെ എപ്പോഴും മംഗളകരമായ ചിന്തകൾ മാത്രമേ തരാവേ. എന്താണ്? മംഗളകരമായ ചിന്തകൾ മാത്രമേ തരാവേ. പറഞ്ഞതിന്റെ പിടി കിട്ടിയോ? മനസ്സ് പിടി കിട്ടിയോ? ആശ പിടി കിട്ടിയോ? അപ്പൊ ഇവിടെ ഋഷീശ്വരന്മാർ പോലും പ്രാർത്ഥിക്കുന്നത് മംഗളകരമായ സങ്കല്പങ്ങൾ മനസ്സിൽ ഉണ്ടാകണം. മംഗളകരമായ സങ്കല്പങ്ങൾ മനസ്സിൽ ഉണ്ടാകണമെന്നുണ്ട് എങ്കിൽ അതിനനുയോജ്യമായിരിക്കുന്നതായ അവസ്ഥകൾ, അന്തരീക്ഷങ്ങൾ നമുക്കുണ്ടാകണം. വേണോ? വേണ്ടായോ? ഇല്ലെങ്കിൽ ഉണ്ടാകില്ല. എന്നിട്ട് പറയുക ഓം ഏന കർമാണ്യപസോമനീഷിണോ യജ്ഞേന കൃണ്വന്തി വിദതേഷു ധീര യദപൂർവം യക്ഷമന്ധപ്രജാന തന്മേ മനഃശിവ സങ്കൽപ്പമസ്തു. ശ്രേഷ്ഠന്മാരായ മനീഷികള് എങ്ങനെയാണ് ഞാൻ ഈ യജ്ഞങ്ങൾ ചെയ്യേണ്ടുന്നത്, ആ യജ്ഞവിധാനത്തെ തങ്ങളുടെ മനസ്സുകൊണ്ട് ചെയ്യുന്നു. എന്നിട്ട് മനസ്സ് അതിൽ അർപ്പിച്ചിട്ട് അവര് ശ്രേഷ്ഠമായിരിക്കുന്ന മംഗള കർമ്മങ്ങള്, യജ്ഞങ്ങള് ആ മനസ്സുകൊണ്ട് ചെയ്യുന്നു. എന്നാലോ അതേ മനസ്സുകൊണ്ട് തന്നെയാണ് ധീരന്മാര് യുദ്ധവും ചെയ്യുന്നത്. അല്ലേ? അപ്പം യുദ്ധത്തിന് പ്രയോജനപ്പെടുത്തുന്ന അതേ മനസ്സ് തന്നെയാണ് യജ്ഞത്തിനും പ്രയോജനപ്പെടുത്തുന്നത്. ഇല്ലേ? രണ്ടും വിപരീതമായ കർമ്മങ്ങളാണ്. അതോ ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യാൻ ഈ മനസ്സിനെ കൊണ്ട് പറ്റും. മറിച്ച് നാശകാരികളമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാനും എന്തുകൊണ്ട് പറ്റും? ഈ മനസ്സുകൊണ്ട് പറ്റും.
രണ്ടും ഈ മനസ്സുകൊണ്ട് നേടുന്നതാണ്. ആണോ അല്ലേ? അപ്പൊ അതുകൊണ്ട് മനസ്സ് മംഗളകരമായ കർമ്മങ്ങളിൽ ഒതുങ്ങി നിൽക്കാം. തന്മേ മന ശിവസങ്കൽപ്പമസ്തു. അങ്ങനെയുള്ളതായി എന്റെ മനസ്സില് വിനാശകരമായ ചിന്തകൾ വന്നു ചേരാതെ കണ്ട് വീണ്ടും വീണ്ടും ഈ സംസാരത്തിലിട്ട് ഭ്രമിപ്പിച്ച് ദുഃഖം തരുന്നതായ പലവിധമായ ചിന്തകൾ വന്നു ചേരാതെ കണ്ട് എന്റെ മനസ്സിനകത്ത് എന്തുണ്ടാകണം? തന്മേ മന ശിവസങ്കൽപ്പമസ്തു. എന്റെ മനസ്സിനകത്ത് എന്തുണ്ടാകണം? എന്റെ മനസ്സിനകത്ത് മംഗളകരമായ ചിന്തകൾ ഉണ്ടാകണം. ഓം. തുടർന്ന് പറയുകയാണ്, യത്പ്രജ്ഞാനമുദ ചേതോ വിദിശ്ച യജ്യോതിരന്തരമൃതം പ്രജാസു യസ്മാന്നരിതേ കിംചന കർമ്മ ക്രിയതേ തന്മേ മനഃശിവസങ്കൽപ്പമസ്തു. നിങ്ങൾക്ക് ശ്രേഷ്ഠമായ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ മനസ്സോട് ചിന്തിക്കാൻ പറ്റില്ലേ? യത്പ്രജ്ഞാനമുദ. പ്രജ്ഞാനം, പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായിരിക്കുന്ന അറിവുകൾ, ആധ്യാത്മികമായിരിക്കുന്ന വിഷയങ്ങൾ. ഉദ കൂടാതെ കണ്ട് ചേതോ എന്ത് സാധാരണയായിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ഈ മനസ്സ് മതിയില്ലേ? ധൃതിശ്ച നിങ്ങൾക്ക് ഈ മനസ്സുകൊണ്ട് വേണമെങ്കിൽ ധൈര്യമുള്ളവനായിട്ട് ഭവിക്കാം. ഈ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഭീരുവായിട്ടും ഭവിക്കാം. പറ്റത്തില്ലേ? രണ്ടിന്റെയും അടിസ്ഥാനം എന്താണ്? മനസ്സ് തന്നെയാണ്. അതുകൊണ്ട് ഈ മനസ്സുകൊണ്ട് നിങ്ങൾ സാധാരണമായ വിഷയങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭീരുവായിട്ട് ഭവിക്കത്തില്ലേ? അതേസമയം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്നതായ ആ ഈശ്വര ശക്തി തന്നെയാണ് എന്റെ ഉള്ളിലും ഇരിക്കുന്നത് എന്ന ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യം ഉണ്ടാകത്തില്ലേ? എന്നിൽ എല്ലാ കഴിവുകളും ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ ഈശ്വരൻ എന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഈശ്വരനാണ് എന്നിരിക്കെ ഞാൻ എന്തിനെ ഭയക്കാനാണ് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ധൈര്യം ഉണ്ടാവില്ലേ? അല്ലാതെ എന്റെ സാമാന്യ വിവരം ചിന്തിച്ചുകൊണ്ടിരുന്ന എന്റെ കൊച്ചിന്റെ കാര്യം എന്തോ ആകുമോ, എന്റെ ഭർത്താവിന്റെ കാര്യം എന്താകുമോ, എന്റെ കൊച്ചുമക്കളുടെ കാര്യം എന്താകുമോ, എന്റെ മരുമോൻ എന്നെ നോക്കുവോ, മരുമോളെ നോക്കുവോ, ഇങ്ങനെ ഒരു സാധാരണഗതിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് വേണം ഭീരുവാകാം. ആകത്തില്ലേ? അതുകൊണ്ട് ഈ മനസ്സുകൊണ്ട് എന്തേ ചിന്തിക്കാവൂ? ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാവൂ. തന്മേ മന ശിവസങ്കൽപ്പമസ്തു. അങ്ങനെയുള്ളതായ മനസ്സിൽ എന്ത് വേണം? ശിവസങ്കൽപ്പമസ്തു. പറയുക, ഏനേദം ഭൂതം ഭുവനം ഭവിഷ്യത് പരിഗ്രഹീതമൃതേന സർവം ഏന യജ്ഞസ്ഥായതേ സപ്തകോദ തന്മേ മനഃശിവസങ്കൽപ്പമസ്തു. നല്ല പോലെ ഉറങ്ങിക്കിടക്കുക. നമ്മളെ കുറിച്ച് നമുക്ക് വല്ല ബോധമുണ്ടോ? നമ്മൾ എവിടെ കിടക്കുന്നു, ആരാണ്, എന്താണെന്ന് വല്ല ബോധമുണ്ടോ? കഴിഞ്ഞു പോയതിനെ കുറിച്ചോ ഇപ്പം നടക്കുന്നതിനെ കുറിച്ചോ വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള ചിന്തയുണ്ടോ? ഒരു ചിന്തയുമില്ല, ഇല്ലേ? അപ്പൊ മനസ്സുണ്ടോ? കാലമുണ്ടോ? സംസാരവുമുണ്ട്. ഉണ്ടോ? ഇല്ലേ? ആണോ? മനസ്സുണ്ടോ? കാലമുണ്ട്. കാലബോധം ഉണ്ടാകുന്നത് മനസ്സിനകത്ത. ഈ കാലബോധമുള്ളതായ മനസ്സുണ്ടോ? നമുക്ക് സംസാര ദുഃഖമുണ്ട്. ഉണ്ടോ? ഇല്ലയോ? ഉണ്ടോ? ഇല്ലേ? കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച്, ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് വേവലാതി ഒഴിവില്ലേ? അതാ പറയുക, ഈ സംസാരമാകുന്നതായ ദുഃഖം മുഴുവനും നമ്മുടെ മനസ്സിലായിരിക്കുന്നത്. പരിഗ്രഹീതമൃതേന സർവം. അമൃതത്വത്തെ പ്രാപിക്കാൻ പറ്റുന്നത് ഇതേ മനസ്സുകൊണ്ടാണ്. ആണോ? ഇല്ലേ? അമൃതത്തെ പ്രാപിക്കാൻ പറ്റുന്നതും ഇതേ മനസ്സുകൊണ്ടാണ്. ഏന യജ്ഞസ്ഥായതേ സപ്തകോദ. യാതൊരു മനസ്സുകൊണ്ടാണോ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ആകുന്നതായ ആ സപ്തർഷികൾ, ഇവിടെ സപ്തർഷികളെ വിഷയത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളാ എല്ലാം യജ്ഞം ചെയ്യുന്നത്, അതെന്നെ ഈ തുച്ഛമായ സങ്കല്പങ്ങളിൽ കൊണ്ടുപോയി ഭീരുവാക്കാതെ കണ്ട് ഭഗവാനെ തന്മേ മന ശിവസങ്കൽപ്പമസ്തു. എപ്പോഴും മംഗളകരമായ ചിന്തകൾ മാത്രമേ ആ മനസ്സിനകത്ത് ഉദിക്കാവേ. ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ചിന്തകൾ മാത്രമേ ആ മനസ്സിനകത്ത് ഉദിക്കാവേ. യസ്മിൻ ഋജസ്സാമയി ജുഗോംചി യസ്മിൻ പ്രതിഷ്ഠിതാരധനാഭാവിവാര
യസ്മിൻ ചിത്തം സർവമോദ പ്രജാനാം തന്മേ മന ശിവസങ്കൽപ്പമസ്തോ. യാതൊന്നിലാണോ എല്ലാ വേദങ്ങളും ഓരോ ചക്രത്തിന്റെ രഥത്തിന്റെ ചക്രം, ആ ചക്രത്തിന് പല ആരങ്ങൾ ഉണ്ടാകുമല്ലേ? അതുപോലെ ഈ ഋഗ്, യജുസ്, സാമം, അഥർവം എന്ന് പറയുന്ന എല്ലാ വേദങ്ങളും പ്രതിഷ്ഠിതമായിരിക്കുന്നത് ഈ മനസ്സിൽ തന്നെയാണ്. യസ്മിൻ ഋജ സാമയജോംഷി യസ്മിൻ പ്രതിഷ്ഠിത രതനാഭ ഇവാര യസ്മിൻ ചിത്തം സർവമോദ പ്രജാനാം. എങ്ങനെയാണോ ഈ നൂലുകള് ഓതവും പ്രോതവുമായിട്ട് ഈ വസ്ത്രത്തിനകത്ത് നിൽക്കുന്നത്, അതുപോലെ നമ്മുടെ മനസ്സിലാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത് അല്ലേ? ഓതപ്രോതമായിട്ട് നിൽക്കുന്ന പ്രപഞ്ചം ഈ മനസ്സിൽ നിൽക്കുന്നതാണ്. യസ്മിൻ ചിത്തം സർവമോദ പ്രജാനാം തന്മേ മന ശിവസങ്കൽപ്പമസ്തോ. ആ മനസ്സിനകത്ത് എന്തുണ്ടാകണം? ശിവസങ്കല്പം ഉണ്ടാകണം. നല്ല മംഗളകരമായ ചിന്തകള് ഉണ്ടാകണം. അപ്പൊ ഇവിടെ പ്രജാനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ എല്ലാം പ്രജകളുടെ അല്ലെങ്കിൽ പ്രാണികളുടെ മനുഷ്യരുടെ എല്ലാം ഉള്ളിൽ നിന്നാ അല്ലേ? അവിടെ പ്രജ എന്ന് പറഞ്ഞാൽ രാജാവ് പ്രജ ആ അർത്ഥത്തിലല്ല, സകല പ്രാണികളെയും ചേർത്തിട്ടാണ് എന്ത് പറഞ്ഞത് ഇവിടെ പ്രജ എന്ന് പറഞ്ഞത്. ആ പോയിന്റ് നോട്ട് ദി പോയിന്റ്, കാരണം അത് പറയാൻ വേറെ കാര്യമുള്ളതുകൊണ്ടാണ്. സുസാരതിരശ്വാനി വയൻ മനുഷ്യാൻ നേനീയ ദേവി ശുഭിർവാചിരൈവ പ്രതിഷ്ഠം യദചിരം ജവിഷ്ടം തന്മേ മന ശിവസങ്കൽപ്പമസ്തോ. നല്ല ഒരു ശക്തിയുള്ളതായ കുതിര, നല്ല ഒരു തേരാളി, ആ കുതിരയെ നിയന്ത്രിച്ചുകൊണ്ട് രഥത്തെ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും അല്ലേ? കുതിര ബലമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? മറിച്ച് തേര് തെളിക്കുന്ന തേരാളി അതിനനുയോജ്യനായിരിക്കണം അല്ലേ? അപ്പോൾ അങ്ങനെ ആ ശക്തിമാനായ കുതിരകളെ നിയന്ത്രിച്ചിട്ട് തേരാളി എങ്ങനെയാണോ ആ തേരിനെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുന്നത്, അതുപോലെ നമ്മളെയും ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനുള്ളതായ തേരാളി ആരായിരിക്കണം? നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയാണ് ആ തേരാളി. ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ ശരിയായിട്ട് നിയന്ത്രിച്ചുകൊണ്ട് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കേണ്ടുന്നതായ തേരാളിയാണ് ആര്? ഈ മനസ്സ്. ഈ മനസ്സെന്താ? പ്രതിഷ്ഠം യദചിരം ജവിഷ്ടം. ഭയങ്കര വേഗതയായി മനസ്സിലില്ലേ? പിടിച്ചാൽ നിൽക്കുവോ? വയസ്സ് 90 ആയി കഴിഞ്ഞാലും മനസ്സ് ചെറുപ്പമാണോ ഇല്ലയോ? ആണോ ഇല്ലയോ? വയസ്സ് 90 ആയാലും മനസ്സ് ചെറുപ്പം ഇല്ലയോ അമ്മേ? അതുകൊണ്ട് അമ്മയാണ് ചിരിക്കുന്നു. ആണോ അമ്മേ? സത്യം അത് തന്നെയാണ്. അതുകൊണ്ട് യദചിരം എന്താണ്? ജനയൊന്നും ഇതിനെ ബാധിക്കുന്നില്ല. ജന ബാധിക്കുന്നതൊക്കെ എന്തിനാ? നമ്മുടെ ഈ പുറം തോലിനെ മാത്രമേ ജന ബാധിക്കുന്നുള്ളൂ. മനംതോലിനെ ജന ബാധിക്കുന്നില്ല. ബാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ ഒരിക്കലും ജന ബാധിക്കാത്തതായ എപ്പോഴും വേഗത കൂടിയിരിക്കുന്നതായ എന്റെ ഈ മനസ്സിനകത്ത് ഭഗവാനെ ശിവസങ്കൽപ്പമസ്തോ. എന്തുണ്ടാകണം? ശിവസങ്കൽപ്പമസ്തോ. നല്ല ചിന്തകൾ മാത്രമേ ഉണ്ടാകാവൂ. ആശം പിടികിട്ടിയോ? എന്നാണ് നാമം ചൊല്ലിയേ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. ഇത്രയും പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, പാട്ട് കേൾക്കുന്നതായ സമയത്ത് നമ്മൾ അറിയാതെ കണ്ട് നമ്മുടെ മനസ്സ് ആ റിതത്തിൽ ലയിച്ച് നമ്മുടെ ദുഃഖങ്ങളെയൊക്കെ നമ്മൾ താൽക്കാലികമായിട്ടെങ്കിലും വിസ്മരിച്ച് അതിനകത്ത് ലയം പ്രാപിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ കൊച്ചു കുഞ്ഞിന് പോലും പാട്ട് ആസ്വദിച്ച് കൈയടിക്കാൻ സാധിച്ചത് ഇല്ലേ? അതോ ഇല്ലേ? പക്ഷേ പാട്ടു നിന്നാൽ മനസ്സ് എന്താകും? വീണ്ടും പൂർവസ്ഥിതിയെ പ്രാപിക്കത്തില്ലയോ? അത് ആ സമയത്തു മനസ്സിന് കിട്ടിയതായ ലയമല്ലാതെ മനസ്സിന് അല്ലെങ്കിൽ ബുദ്ധിക്ക് തിന്നാനൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ബുദ്ധിക്ക് തിന്നാനൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ
ചുമ്മാതെ കണ്ടിരുന്നത് എന്ന് പറയാനേ പറ്റത്തുള്ളൂ. പറഞ്ഞേ മനസ്സിലായോ? ശിവസങ്കല്പം ഉണ്ടാകത്തില്ല. ശിവസങ്കല്പം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ബുദ്ധിക്ക് തിന്നാൻ കിട്ടണം. പറഞ്ഞ് മനസ്സിലായോ? അതുകൊണ്ട് ബുദ്ധിക്ക് തിന്നാൻ കിട്ടുന്നതാണ് എന്ത്? പ്രഭാഷണങ്ങൾ. അതിനായിരിക്കണം പ്രഭാഷണങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞത് പാട്ട് കേട്ടോ, താൽക്കാലികമായ ശാന്തി ഉണ്ടാകും, എല്ലാവരും ആസ്വദിക്കും അല്ലേ? പക്ഷേ ബുദ്ധിക്ക് കിട്ടത്തില്ല. ബുദ്ധിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? നമുക്ക് വിചാരം ചെയ്യാൻ പറ്റാവുന്നതായ ഇൻഫർമേഷൻ വേണം. ബുദ്ധിക്ക് വേണോ വേണ്ടായോ? വിചാരം ചെയ്യാൻ പറ്റാവുന്നതായ ഇൻഫർമേഷൻസ് ബുദ്ധിക്ക് കിട്ടാതെ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് ആ ഇൻഫർമേഷൻസ് കിട്ടുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് പ്രഭാഷണങ്ങളായതുകൊണ്ടാണ് സഹോദരിമാരെ നിങ്ങളോട് പറഞ്ഞത് എന്ത്? പ്രഭാഷണം കേൾക്കണം. ബോറടിച്ചാലും വേണ്ടില്ല, കുറെയെങ്കിലും ഒക്കെ കേൾക്കണം. അപ്പം ഒത്തിരി നമ്മൾ തിന്നു കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് കക്കൂസി പോകത്തേ ഉള്ളൂ, അല്പം മാത്രമേ ശരീരത്തിൽ പിടിക്കത്തുള്ളൂ എന്നതുപോലെ ഒത്തിരി കേട്ട് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് ഇതിലൂടെ പോയാലും ഇച്ചിരിയൊക്കെ തലയിലോട്ട് കയറും. കറത്തില്ലയോ? കയറുകയോ? അതുകൊണ്ട് പ്രഭാഷണം കേൾക്കണം. നാം ചൊല്ലിക്ക് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തു.